തങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലെ ഏറ്റവും വലിയ സന്തോഷം നിറഞ്ഞ മുഹൂർത്തത്തെ വരവേൽക്കാൻ ഒരുങ്ങുകയായിരുന്നു ആ ദമ്പതികൾ. ദീർഘകാലത്തെ പ്രണയത്തിനൊടുവിൽ ഒന്നായ രജിൻലാലും സോനയും ഒരു കുഞ്ഞതിഥിക്കായുള്ള കാത്തിരിപ്പിലായിരുന്നു. വിവാഹം കഴിഞ്ഞ 3 വർഷത്തെ നീണ്ട കാത്തിരിപ്പിന് ശേഷമാണ് ആ സന്തോഷ വാർത്ത അവരെ തേടിയെത്തിയത്. എന്നാൽ ആ സന്തോഷം പൂർണ്ണതയിലെത്തും മുൻപേ വിധി അവർക്കായി കരുതി വെച്ചത് സങ്കല്പിക്കാൻ പോലും കഴിയാത്തത്ര ക്രൂരമായ ഒരു പരീക്ഷണമായിരുന്നു. ഗർഭിണിയായ തന്റെ പ്രിയതമയോടൊപ്പം സമയം ചെലവഴിക്കാനും അവളുടെ ഓരോ ആവശ്യങ്ങളിലും കൂടെ നിൽക്കാനുമാണ് 1 മാസം മുൻപ് രജിൻലാൽ വിദേശത്തു നിന്നും നാട്ടിലേക്കെത്തുന്നത്. വരാനിരിക്കുന്ന കുഞ്ഞിനെക്കുറിച്ചും തങ്ങളുടെ മനോഹരമായ ഭാവി ജീവിതത്തെക്കുറിച്ചും 100 സ്വപ്നങ്ങൾ അവർ നെയ്തുകൂട്ടിയിരുന്നു. എന്നാൽ കൺമുന്നിൽ തന്റെ ഭാര്യയും ഗർഭസ്ഥ ശിശുവും അഗ്നിക്കിരയാകുന്നത് നിസ്സഹായനായി നോക്കി നിൽക്കാനേ ആ യുവാവിന് കഴിഞ്ഞുള്ളൂ. വെള്ളിയാഴ്ച രാത്രി 9 മണിയോടെയായിരുന്നു നാടിനെ നടുക്കിയ ആ ദുരന്തം അരങ്ങേറുന്നത്. സോനയുടെ പതിവ് പരിശോധനയ്ക്കായി ഡോക്ടറെ കണ്ട് മടങ്ങുകയായിരുന്നു ഇരുവരും. ക്ഷീണം കാരണം സോന കാറിന്റെ പിൻസീറ്റിൽ വിശ്രമിക്കുകയായിരുന്നു. വീട്ടിലെത്താൻ വെറും 5 മിനിറ്റ് ദൂരം മാത്രം ബാക്കിയുള്ളപ്പോഴാണ് അപ്രതീക്ഷിതമായി വാഹനത്തിൽ നിന്നും പുക ഉയരുന്നത് രജിന്റെ ശ്രദ്ധയിൽപ്പെടുന്നത്. പരിഭ്രാന്തനായ രജിൻ ഉടൻ തന്നെ ഡോർ തുറന്ന് പുറത്തേക്കിറങ്ങി സോനയെ രക്ഷിക്കാൻ കിണഞ്ഞു ശ്രമിച്ചു. എന്നാൽ അപ്പോഴേക്കും കാർ ലോക്കായി പോയിരുന്നു. ഈ സമയം തന്നെ തീ ആളിപ്പടരുകയും ചെയ്തു. തീജ്വാലകൾക്കിടയിൽ നിന്നും തന്റെ ഭാര്യയെ പുറത്തെടുക്കാൻ രജിൻ തന്റെ ജീവൻ പോലും പണയപ്പെടുത്തി പോരാടി. ആ ശ്രമത്തിനിടയിലാണ് രജിന്റെ ശരീരത്തിലേക്കും തീ പടരുന്നത്. ശരീരം ആകെ കത്തിയെരിയുമ്പോഴും തന്റെ ജീവശ്വാസമായ സോനയെ രക്ഷിക്കാനുള്ള പരക്കംപാച്ചിലായിരുന്നു രജിൻ. ഒടുവിൽ സഹിക്കാനാകാത്ത വേദനയോടെ പ്രാണരക്ഷാർത്ഥം സമീപത്തെ തോട്ടിലേക്ക് എടുത്തു ചാടുകയായിരുന്നു. ചെറുവണ്ണൂരിൽ നിന്നും കക്കറമുക്കിലേക്കുള്ള റോഡിൽ വയലിനോട് ചേർന്ന പ്രദേശത്താണ് അപകടം നടന്നത്. വലിയൊരു സ്ഫോടന ശബ്ദം കേട്ടാണ് നാട്ടുകാർ സംഭവസ്ഥലത്തേക്ക് ഓടിയെത്തുന്നത്. ഈ സമയം വസ്ത്രത്തിൽ ആകെ തീപിടിച്ചോടുന്ന രജിനെയാണ് അവർ കണ്ടത്. ഉടൻ തന്നെ ഓടിയെത്തിയ പ്രദേശവാസികൾ വയലിൽ നിന്നും തോട്ടിൽ നിന്നും വെള്ളം കോരിയൊഴിച്ച് തീ അണയ്ക്കാനായി ശ്രമിച്ചുവെങ്കിലും അഗ്നി അത്രമേൽ രൗദ്രഭാവം പൂണ്ടിരുന്നു. പിന്നീട് പേരാമ്പ്രയിൽ നിന്നും ഫയർഫോഴ്സ് എത്തി കാർ പൊളിച്ച് സോനയെ പുറത്തെടുക്കുമ്പോൾ ആ ശരീരം തിരിച്ചറിയാൻ കഴിയാത്ത വിധം കത്തിക്കരിഞ്ഞിരുന്നു. നാട്ടുകാർക്കും സുഹൃത്തുക്കൾക്കും ഏറെ പ്രിയങ്കരനായിരുന്നു രജിൻ. അതുകൊണ്ട് തന്നെ പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലേക്ക് ആളുകൾ പ്രാർത്ഥനയോടെ ഒഴുകിയെത്തുകയും ചെയ്തു. രജിനും ഭാര്യയുമാണ് അപകടത്തിൽപ്പെട്ടത് എന്നറിഞ്ഞതോടുകൂടി നാട്ടുകാരും ബന്ധുക്കളും സുഹൃത്തുക്കളും എല്ലാം പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലേക്ക് ഒഴുകിയെത്തുകയായിരുന്നു. എന്നാൽ ആശുപത്രിയിലേക്ക് എത്തും മുൻപേ തന്നെ സോന ഈ ലോകത്തോട് വിട പറഞ്ഞിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ രജിൻലാലിനെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഒരു കുടുംബത്തിന്റെ മുഴുവൻ സ്വപ്നങ്ങളെയുമാണ് വിധി ഇവിടെ ചാമ്പലാക്കി കളഞ്ഞത്. ഇനി ഒരിക്കലും മടങ്ങിവരാത്ത ലോകത്തേക്ക് സോനയും ആ പിഞ്ചു ജീവനും യാത്രയാകുമ്പോൾ ഉണങ്ങാത്ത മുറിവുകളുമായി രജിൻലാലിന് ഇനി ജീവിക്കേണ്ടി വരും.